ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താലും ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ക്രീമി ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ബട്ടർ ഇട്ട് കൊടുക്കുക ഒരു പാനിലേക്ക്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല ക്രീമി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോവും 2 നുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നല്ല ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്ലൈസ്ഡ് ചീസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിക്കനൊക്കെ അരച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കട്ടെ, വേവിച്ച ചിക്കന്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അരിവാശമൊക്കെ കളഞ്ഞിട്ട് ആവിക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടി. ഇപ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡാണെന്നുണ്ടെങ്കിൽ ആവിക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒരു റൗണ്ടിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. പെൻസിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് അറ്റഭാഗം വെള്ളം വെച്ചിട്ടൊന്ന് ഉരിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫില്ലിങ് നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ 2 സൈഡിലൂടെയും ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മൈദയിൽ വെള്ളവും അതുപോലെ ചില്ലി ഫ്ലേക്സും ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓരോ റോളും ആ മൈദ മിക്സിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കളർ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചൂടോട് കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ, ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.